കൊല്ലത്ത് പോലീസ് സ്റ്റേഷന് മുന്നിലെ തെങ്ങിൽ കയറി ഭീഷണി മുഴക്കി മദ്യപന്റെ പരാക്രമം. ചിറിയഴീക്കൽ സ്വദേശിയായ യുവാവാണ് മദ്യലഹരിയിൽ പോലീസിനെ വട്ടം കറക്കിയത്. പൊതുസ്ഥലത്ത് മദ്യപിച്ച് ബഹളമുണ്ടാക്കിയതിന് ഇയാളെ കസ്റ്റഡിയിലെടുത്ത് വിട്ടയച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് തെങ്ങിൽ കയറി ഭീഷണി മുഴക്കിയത്. ലിജോ റോളൻസ് ആണ് വിവരങ്ങൾ നൽകാനുള്ളത്. ലിജോ, ഇന്നലെ രാത്രിയാണ് സംഭവമെന്ന് തോന്നുന്നു. ഇയാളെ എങ്ങനെയാണ് താഴെ ഇറക്കിയത്? നൗഫൽ, കഴിഞ്ഞ രാത്രി ഏകദേശം 11 മണിയോടുകൂടെയാണ് കരുനാഗപ്പള്ളി പോലീസ് സ്റ്റേഷനിലെ മുന്നിലുള്ള ഒരു തെങ്ങിൽ കയറിയുകൊണ്ട് ഈ യുവാവ് ഈ പരാക്രമമൊക്കെ കാണിച്ചത്. വലിയ പണിപ്പെട്ടുകൊണ്ടാണ് പോലീസ് ഇയാളെ താഴേക്കിറക്കിയത്. ഇതുമായി ബന്ധപ്പെട്ട് അതായത് അയാൾ മദ്യപിച്ചതിന് ശേഷം ആ പ്രദേശത്ത് ഒരു പ്രശ്നമുണ്ടാക്കുകയും പോലീസ് പെട്രോളിംഗ് സംഘം അത് കണ്ടെത്തി ഇയാളെ കസ്റ്റഡിയിലെടുത്ത് സ്റ്റേഷൻ ജാമ്യത്തിൽ വിടുകയും ചെയ്തു. ഈ ചെറിയഴീക്കൽ സ്വദേശിയായിട്ടുള്ള ഏകദേശം ഒരു 36-കാരനായിട്ടുള്ള ഒരു യുവാവ് എന്നുള്ളതാണ് പോലീസ് തന്നെ പറയുന്ന കാര്യം. ഇയാളെ അതിനുശേഷം സ്റ്റേഷനിലേക്ക് എത്തിച്ച് ജാമ്യത്തിൽ വിട്ട് പുറത്തേക്ക് ഇറങ്ങിയ സമയത്താണ് അപ്പോഴും ആ മദ്യത്തിന്റെ ആ ഒരു ലഹരിയിൽ നിന്ന് മുക്തനായിട്ടില്ലായിരുന്നു. സമീപത്തുണ്ടായിരുന്ന ഒരു തെങ്ങിലേക്ക് കയറുകയും താഴേക്ക് ചാടുമെന്നുള്ള രീതിയിലൊക്കെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തത്. പോലീസ് സംഘം വളരെയധികം ശ്രമപ്പെട്ട് പല കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നു ഇയാളെ തുടർന്ന് താഴേക്കിറക്കുകയും പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി തുടർന്ന് വീട്ടുകാരെ വിളിച്ചു വരുത്തിയതിനു ശേഷമായിരുന്നു ഇയാളെ തിരിച്ചയക്കുകയും ചെയ്തത്. എന്തായാലും വലിയ മറ്റു പരിക്കുകളോ മറ്റ് ആശങ്കകളോ ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും താഴേക്ക് വീഴാതെയും മറ്റു പ്രശ്നങ്ങളില്ലാതെ താഴേക്ക് ഇറങ്ങിയത് കൊണ്ട് പോലീസിനും ഒരു ആശങ്ക ഒഴിവായി. ഇല്ലെങ്കിൽ വലിയൊരു അപകടം ഉണ്ടായേനെ. എന്തായാലും യുവാവിനെയും സുരക്ഷിതമായി വീട്ടുകാരുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കാനും കരുനാഗപ്പള്ളി പോലീസിന് കഴിഞ്ഞു. നൗഫൽ, മദ്യപിച്ച് ബഹളമുണ്ടാക്കിയ ആളെ കസ്റ്റഡിയെടുത്ത ശേഷം അയാളുടെ ലഹരി വിടുന്നതിന് മുമ്പാണോ പോലീസ് അയാളെ വിട്ടയച്ചത്? അതായത് അയാളെ സ്റ്റേഷനിലെത്തിച്ച് ആ പ്രശ്നമുണ്ടാക്കിയതിന് കേസ് രജിസ്റ്റർ ചെയ്ത് ജാമ്യത്തിൽ വിടുകയായിരുന്നു. ആ ജാമ്യത്തിൽ വിട്ട് പുറത്തേക്ക് ഇറങ്ങിയ സമയത്താണ് ഇന്നലെ വൈകുന്നേരത്തോടു കൂടെയാണ് കസ്റ്റഡിയിലെടുത്തതെന്നുള്ള കാര്യമാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനുശേഷം പുറത്തേക്ക് വിടുക, ആ ജാമ്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പൂർത്തിയാക്കി പുറത്തേക്ക് വിട്ട് പുറത്തേക്ക് ഇറങ്ങിയതിന് ശേഷമാണ് ഇയാൾ ആ തെങ്ങിലേക്ക് കയറിയത്. അപ്പോഴും പൂർണ്ണമായിട്ടും ആ ഒരു മദ്യലഹരിയിൽ നിന്ന് മുക്തനായിട്ടില്ല എന്നുള്ളതാണ് ആ ചില ആളുകളോടൊക്കെ സംസാരിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് തന്നെയാണ് അയാളെ ആ പരാക്രമങ്ങളിലേക്ക് നയിച്ചതും പോലീസിനെ ആശങ്കയിലാക്കുകയും ചെയ്തത്. യെസ്, ലിജോ റോളൻസ് ആണ് വിവരങ്ങൾ നൽകിയത്.